എല്ലാവർക്കും ഗൈഡ് ടു വൈറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പ്ലസ് കുറേ പേര് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്. അതായത് സാറേ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയൊരു വീഡിയോ ചെയ്യണം. റീസെൻ്റ്ലി എനിക്ക് കുറച്ച് ഏജൻസ് ഫ്രണ്ട്സ് അപ്പോൾ അവരും എന്നോട് റിക്വസ്റ്റ് ചെയ്തു, സാറേ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാമോ എന്ന് എന്നോട് കുറേ പേര് പറഞ്ഞു. പിന്നെ കുറേ പേരൻസ് റിക്വസ്റ്റ് ചെയ്തു. പിന്നെ കുറേ പേർക്ക് നമ്മൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്കിത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് കേൾക്കാം. അതുകൊണ്ട് ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തിൽ പഠിക്കാൻ പോകണമെങ്കിൽ, ഇഫ് യു വോണ്ട് ടു സ്റ്റഡി ഇൻ ഓസ്ട്രേലിയ ഫോർ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ആയിക്കോട്ടെ, എത്ര ഫണ്ട് വേണം, എത്ര ഫണ്ട് കാണിക്കണം, ഷോ മണി എത്ര, ITR വേണോ, ഈ ഡോക്യുമെൻ്റ് വേണോ, ആ ഡോക്യുമെൻ്റ് വേണോ, പലരും പല രീതിയിൽ പറയുന്നു. പലരും പറയുന്നു 1 കോടി രൂപ ഇല്ലാതെ ഓസ്ട്രേലിയ പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ കുറേ ന്യൂസസ് നിങ്ങൾ കേൾക്കുന്നു. ഈ കൺഫ്യൂഷൻ എല്ലാം, ഈ ക്ലാരിറ്റി മൊത്തം യു വിൽ ഗെറ്റ് ഇൻ ദിസ് വീഡിയോ. അതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, ബട്ട് നിങ്ങൾക്കിത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മാക്സിമം ഞാൻ ആക്ച്വലി വെരി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിതിൽ എഴുതി കാണിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറേ ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്യാൻ പോകുന്നതാണ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലാതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ഹാപ്പി ടു ആൻസർ. ആൻഡ് ഇതിൻ്റെയൊക്കെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫണ്ട് കാൽക്കുലേറ്ററിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ ഈസി ഗുഡ് റിസോഴ്സസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇതിനകത്ത്, സോ ദാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവട്ടെ. സോ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോകണമെങ്കിൽ ഈ വീഡിയോ മസ്റ്റ് വാച്ച് ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. എല്ലാവർക്കും ഇപ്പോൾ ഒരു പുതിയൊരു താല്പര്യം, ഇൻട്രസ്റ്റ് ഉണ്ട്. ഓസ്ട്രേലിയയിൽ പഠിക്കണം, ഓസ്ട്രേലിയയിൽ പഠിച്ചാൽ നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്, PR ഉണ്ട്, സ്റ്റേ ബാക്ക് ഉണ്ട്, നല്ല രീതിയിൽ പാർട്ട് ടൈം ചെയ്യാം, ജോലി ചെയ്യാം, ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഓസ്ട്രേലിയയിൽ പഠിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. എല്ലാവർക്കും അറിയാവുന്ന പോലെ ആദ്യത്തേത് അക്കാഡമിക്സ് ആണ്, രണ്ടാമത്തേത് ഇംഗ്ലീഷ് റിക്വയർമെൻ്റ് ആണ്, മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സംസാരിക്കുന്നത് ഫിനാൻഷ്യൽ റിക്വയർമെൻ്റ് ആണ്. ഫിനാൻഷ്യൽ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര പൈസ കാണിക്കണം, എത്ര പൈസ ഉണ്ടാവണം, ഫിനാൻഷ്യലി സ്റ്റേബിളായ പേരൻസ് ആണോ അല്ലെങ്കിൽ സ്പോൺസേഴ്സ് ആണോ, ഇങ്ങനെ പല ഡൗട്ട്സും പലർക്കും ഉണ്ട്. ഓക്കെ, നൗ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്, അത് പറയുന്നതിന് മുമ്പേ ഈ ഒരു സംഭവം, ദിസ് ഈസ് ഓൾസോ ഗുഡ് ഫോർ ന്യൂസിലൻഡിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യാം. അയർലൻഡും പ്രിട്ടി മച്ച് സെയിം ആണ്. അപ്പം ഇതെല്ലാം ഈ 3 കൺട്രീസും പ്രിട്ടി മച്ച് സെയിം, ബട്ട് ഞാൻ ഓസ്ട്രേലിയയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്, ഒരു കുട്ടിക്ക് ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തിൽ ഡിപ്ലോമ, ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് വേണമെങ്കിൽ 2 കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ആ കൊച്ചിന് പൈസ ഉണ്ടോ അവിടെ പഠിക്കാൻ. രണ്ടാമത്തെ കാര്യം, ആ കൊച്ചിൻ്റെ പേരൻസ് അല്ലെങ്കിൽ സ്പോൺസർ എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ഫിനാൻഷ്യലി അവരുടെ കയ്യിൽ പൈസ ഉള്ളവരാണോ, അതോ കൊച്ചവിടെ പോയിട്ട് അവരുടെയിലും പൈസയില്ല, കൊച്ചിൻ്റെയിലും പൈസയില്ല, ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇതിനകത്ത് കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്യണം ടു പ്രൂഫ് ദാറ്റ് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന്. ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഞാൻ 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ ബിഫോർ ദാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പോൺസർ, ഈ സ്റ്റുഡൻറ്റിന് ഒരു സ്പോൺസർ ഉണ്ടാവണം. ഈ സ്പോൺസർ എന്ന് പറയുന്നത് പേരൻ്റ് ആവാം. പേരൻ്റ് ഈസ് എ സ്പോൺസർ. സ്പോൺസർ നമ്മളെന്താ സാധനം പറയുന്നത്, ആരാണ് എന്നെ പഠിപ്പിക്കാൻ വെളിവിടുന്നത്, അവിടെ സ്പോൺസർ എന്ന് പറയും. ഓക്കെ, പേരൻ്റ് ഈസ് എ സ്പോൺസർ. പേരൻ്റ് എന്ന് പറയുന്നത് ഫാദർ ആൻഡ് മദർ. സോ ദേ ആർ കാൽക്കുലേറ്റഡ് ഹാസ് 1. അവർ 2 ആൾക്കാരല്ല, ദേ ആർ കാൽക്കുലേറ്റഡ് ഹാസ് 1. സോ പേരൻ്റ് ക്യാൻ ബി എ സ്പോൺസർ. സിബ്ലിംഗ്, നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ, സ്വന്തം ആപ്ലിക്കൻ്റ്, അതായത് ആരാണോ പഠിക്കാൻ പോകുന്നത് അവരുടെ സിബ്ലിംഗ് ക്യാൻ ബി എ സ്പോൺസർ. അവരുടെ ഗ്രാൻഡ് പേരൻസ് ക്യാൻ ബി എ സ്പോൺസർ, അതായത് ആപ്ലിക്കൻ്റെ ഗ്രാൻഡ് പേരൻസ്, അല്ലെങ്കിൽ അവരുടെ അങ്കിൾ അല്ലെങ്കിൽ ആണ്ട് ക്യാൻ ബി എ സ്പോൺസർ. അങ്കിൾ ആണ്ട് എന്ന് പറയുന്നത് അവരുടെ ഫസ്റ്റ് ബ്ലഡ് റിലേറ്റീവ് ക്യാൻ ബി എ സ്പോൺസർ. ഓൾസോ സ്പൗസ് ക്യാൻ ബി എ സ്പോൺസർ. ഓക്കെ, സ്പൗസിൻ്റെ പേരൻസിനും സ്പോൺസർ ആവാം. ഓക്കെ, എത്ര സ്പോൺസർ ആകാൻ പറ്റും, അതായത് എത്ര സ്പോൺസർ എനിക്ക് യൂസ് ചെയ്യാം, 2 to 3, മാക്സിമം 2. അപ്പം പേരൻ്റ് എന്ന് പറയുന്ന ഒരാളാണ് 1 സ്പോൺസർ. വേണമെങ്കിൽ ഒരു സിബിലിനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അങ്കിളിനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ആണ്ടിനെ, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിൻ്റെ ഒരാളെ ആഡ് ചെയ്യാം. ഓക്കെ, ഇവരെയാണ് സ്പോൺസർ എന്ന് പറയുന്നത്. അപ്പം ഫിനാൻഷ്യൽ, അതായത് ഇപ്പം ഞാൻ പഠിക്കാൻ പോവാണ്,
ഞാൻ പഠിക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ ബാച്ചിലേഴ്സ് പഠിക്കാൻ പോവാം. ഓക്കെ, എൻ്റെ സ്പോൺസർ എൻ്റെ ഫാദറാണ്. ഓക്കെ, ബിക്കോസ് എൻ്റെ മദർ ജോലി ചെയ്യുന്നില്ല, എൻ്റെ ഫാദറാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫാദറാണ് സ്പോൺസർ. ഇവരെ സ്പോൺസർ എന്ന് പറയും. അപ്പോൾ ഇത് കുറേ പലർക്ക് ഡൗട്ടുണ്ട് എന്താ സ്പോൺസറിന്. അപ്പോൾ അതാണ് സംഭവം. നൗ നേരത്തെ പറഞ്ഞ പോലെ ദർ ആർ 2 things ഇൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. 1, പേരൻസിന് ഇൻകം ഉണ്ടോ, അതായത് പേരൻസിന് ജോലി ഉള്ളവരാണോ, അവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ, അതായത് സ്പോൺസർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ എന്ന ചോദ്യം എല്ലാവർക്കും ഉണ്ട്. 1. 2, പഠിക്കാനുള്ള പൈസ കയ്യിലുണ്ടോ. ഓക്കെ, രണ്ടാമത്തെ നമുക്ക് പിന്നെ സംസാരിക്കാം. നമുക്ക് ആദ്യത്തെ സംഭവത്തിലോട്ട് വരാം. ഇപ്പോൾ എക്സാമ്പിൾ, എനിക്ക് ഓസ്ട്രേലിയയിൽ ബാച്ചിലേഴ്സ് ഓഫ് നഴ്സിംഗ് പഠിക്കാൻ പോകണം. അപ്പം എൻ്റെ സ്പോൺസർ എന്ന് പറയുന്നത് എൻ്റെ പേരൻസാണ്. ഓക്കെ, വേറെ ആൺട്ടോ അങ്കിളോ സ്പൗസോ ആരുമല്ല, എൻ്റെ പേരൻസാണ്. എൻ്റെ പേരൻസിന് വർഷ വരുമാനം ഉണ്ടാകണം, ആനുവൽ ഇൻകം. ആനുവൽ ഇൻകം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ, അവരുടെ പേരൻറ്റ്, ഇപ്പോൾ എൻ്റെ ഫാദർ വർക്കിംഗ് ആണ്. എൻ്റെ ഫാദർ ഒരു മാസം 1 ലക്ഷം രൂപ ശമ്പളം എടുക്കുന്നുണ്ട്. ഒരു മാസം ശമ്പളമാണെങ്കിൽ 12 മാസം 12 ലക്ഷം രൂപ. ഓക്കെ, ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോകണമെങ്കിൽ നമുക്ക് ആനുവൽ ഇൻകം 12 ലക്ഷം രൂപ മിനിമം വേണം. ചില യൂണിവേഴ്സിറ്റി 11 മതി, ചിലത് 10, കൂടുതലും 12 lakhs ആണ് സേഫ്. അപ്പോൾ നിങ്ങളുടെ പേരൻസിന് 12 ലക്ഷം രൂപ ഇൻകം ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ, ഫാദറിൻ്റെ കയ്യിൽ 8 ലക്ഷം രൂപയുള്ളൂ, ബാക്കി കുറച്ച് ഫണ്ട് ഷോർട്ട് ചെയ്തുണ്ട്. ഇത് മദറിനെ ആഡ് ചെയ്യാം. മദറിന് ജോലി ഇല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനെ ആഡ് ചെയ്യാം. ഗ്രാൻഡ് പേരൻസ് ഇല്ലെങ്കിൽ അങ്കിളുടെ ഇടാം. അങ്കിളുടെ ഇല്ലെങ്കിൽ സിബ്ലിങ്സ് ഇടാം. സിബ്ലിങ്സ് ഇല്ലെങ്കിൽ സ്പൗസ് ഇടാം. അങ്ങനെ എത്ര പേരെ ഇടാൻ പറ്റും? മാക്സിമം 2. ചില യൂണിവേഴ്സിറ്റി 3 വരെ ഓക്കെയാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല, ബട്ട് 2 വരെ ഓക്കെ. ഓക്കെ, അപ്പം എൻ്റെ ഫാദറും പൈസ തന്നു, എൻ്റെ ഫാദറിൻ്റെ ബ്രദറിൻ്റെ പൈസയും ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ 12 ലക്ഷം രൂപയായി. അങ്ങനെ ദാറ്റ് ഇൻകം ഇസ് ഗുഡ്. ഇതിനാണ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം അതിന് പല രീതിയിൽ പല കൺട്രിക്കും പല സംഭവമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം. യൂണിവേഴ്സിറ്റി പറയും, ഓക്കെ നിങ്ങളുടെ പേരൻസിന് കയ്യിൽ 12 ലക്ഷം രൂപയുണ്ട്, എങ്ങനെയാണ് എന്നെ ഡോക്യുമെൻ്റ് വെച്ച് പ്രൂവ് ചെയ്യുക നിങ്ങൾക്ക് 12 ലക്ഷം രൂപ ഉണ്ടെന്ന്? 2 രീതിയിൽ പ്രൂവ് ചെയ്യാം. ഒന്നെങ്കിൽ അത് ഗവൺമെൻറ് ഡോക്യുമെൻ്റ് ആവാം, അല്ലെങ്കിൽ അത് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആവാം. എൻ്റെ ഫാദറിൻ്റെ സാലറി സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ച് പ്രൂവ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഡോക്യുമെൻറ്റ് വെച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാം. നമ്മുടെ പേരൻസ് നാട്ടിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കൺട്രിയിൽ ടാക്സ് ഉള്ള കൺട്രിയിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ അവിടുത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഡോക്യുമെൻറ്റ് കാണിക്കേണ്ടി വരും. അപ്പം നമ്മുടെ നാട്ടിൽ ITR എന്ന് പറയും, ഇൻകം ടാക്സ് റിട്ടേൺ. അല്ലെങ്കിൽ ഗൾഫിലുള്ളവരാണെങ്കിൽ അവർക്ക് ടാക്സ് ഇല്ലാത്തതുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് ലെറ്ററും സാലറി സ്ലിപ്സും കാണിച്ചാൽ മതി. ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് ആർക്ക് യൂണിവേഴ്സിറ്റിക്കും ഇമിഗ്രേഷനും വിശ്വാസം വരുന്നത് നമ്മുടെ പേരൻസിന് ഫിനാൻഷ്യലി ഇൻകം ഉണ്ടെന്ന് കാണുന്നത്. അപ്പോൾ ITR എന്ന് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ ആണ്. അത് ടാക്സ് ഉള്ള കൺട്രിയിലാണ് ഈ ഡോക്യുമെൻ്റ് കിട്ടുക. ഇപ്പോൾ എൻ്റെ ഫാദർ UK വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ USA വർക്ക് ചെയ്യുക. ഈ കൺട്രിയിൽ ടാക്സ് ഉണ്ടോ? ഉണ്ട്. അപ്പം അവിടുത്തെ ടാക്സ് റിട്ടേൺ കാണിക്കണം. എൻ്റെ മദർ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? GCC ദുബായിലാണ് വർക്ക് ചെയ്യുക. ദുബായിൽ എൻ്റെ മദർ നേഴ്സായിട്ട് വർക്ക് ചെയ്യുക. അവിടെ ടാക്സ് ഇല്ല, സാലറി സ്ലിപ്പ് കാണിച്ചാൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡപ്പ് ചെയ്യുമ്പോൾ 12 ലക്ഷം രൂപ വന്നാൽ നമ്മൾ ഓൾ ഗുഡാണ്. അപ്പോൾ ഇതാണ് പ്രൂവ് ചെയ്യുന്ന ഇൻകം ടാക്സ്. ഓക്കെ, ഇത് ഞാൻ കുറച്ച് എഴുതി കാണിച്ചു തരാം, സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലാവാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻകമാണ്. ഓക്കെ, വി ആർ ലുക്കിംഗ് ഇൻ ടു ദി ഇൻകം സൈഡ്. ഓക്കെ, ഈ ഇൻകം നമുക്ക് ചെയ്യാൻ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഞാൻ സ്റ്റുഡൻസിൻ്റെ പേരൻ്റ് അല്ലെങ്കിൽ സ്പോൺസർ ഇന്ത്യയിലാണ്. ഇവരുടെ സ്പോൺസർ അല്ലെങ്കിൽ പേരൻ്റ് ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് എത്രയായിരുന്നു ഇൻകം വേണ്ടത്? 15 lakhs, റൈറ്റ്? അപ്പം 15 അല്ല 12 lakhs. സോ ആനുവൽ ഇൻകം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കാണിക്കേണ്ടത് 10 to
12 lakhs, 15 അല്ല കേട്ടോ, നേരത്തെ ഞാൻ 15 തെറ്റിപ്പോയി, 10 to 12 lakhs ആണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് അവർ പ്രിഫർ ചെയ്യുന്നത് 12 lakhs ആണ്. സോ പ്ലീസ് ബി കെയർഫുൾ. 12 lakhs ആണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ 10. അപ്പോൾ ചിലരുടെയൊക്കെ 11 വലിയ സീനൊന്നുമില്ല. ബട്ട് ഇറ്റ് സ്റ്റിൽ ഡിപ്പെൻസ് എങ്ങനെ നിങ്ങളുടെ സിനാരിയോ പോയിരിക്കും. ഓക്കെ, ആനുവൽ ഇൻകം 12 lakhs. അപ്പോൾ ഒരു ഫാദർ പേരൻ്റ്, ഇപ്പോൾ എൻ്റെ ഫാദറാണ്, എൻ്റെ ഫാദർ ജോലി ചെയ്യുന്നു. അപ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് എൻ്റെ ഫാദറിൻ്റെ കാണിക്കേണ്ടത്? ഓക്കെ, നമ്മൾ ആദ്യമേ ഫസ്റ്റ് കാണിക്കേണ്ടത് എംപ്ലോയ്മെൻറ്റ് ലെറ്റർ. ഓക്കെ, പിന്നെ നമ്മൾ കാണിക്കേണ്ട സാലറി സ്ലിപ്സ്. നമുക്ക് പലർക്കും സാലറി സ്ലിപ്സ് ഉണ്ടാവത്തില്ല, അത് ഇതില്ലെങ്കിൽ നോ പ്രോബ്ലം. ബട്ട് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണം. ഏത് സാലറി വരുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കണം. ചില സമയത്ത് അത് കാണിക്കുക, അത് കാണിച്ചാൽ നോ പ്രോബ്ലം. ഇതിൻ്റെ കൂടെ നമുക്ക് മേജറായിട്ട് കാണിക്കേണ്ട 2 ഡോക്യുമെൻ്റാണ്. ഒന്നെങ്കിൽ ഫോം 16, അതൊരു ഇൻകം ടാക്സ് ഡോക്യുമെൻറ്റ് ബൈ ദി ഇന്ത്യൻ ഗവൺമെൻറ്, അത് ഗവൺമെൻറ് ഡോക്യുമെൻ്റാണ്. അല്ലെങ്കിൽ നമുക്ക് ITR കാണിക്കാം. എല്ലാവർക്കും ഫോം 16 ഉണ്ടാവണമെന്നില്ല. ഇല്ലെങ്കിൽ നമുക്ക് ITR 2 വർഷത്തെ കാണിക്കണം. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പം എൻ്റെ ഏജൻസി 3 വർഷം എന്ന് പറഞ്ഞു. 3 വർഷം ചില യൂണിവേഴ്സിറ്റി, ബട്ട് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് 2 years ആണ്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ ഡോക്യുമെൻറ്റിനകത്ത് ITRൻ്റെ ഡോക്യുമെൻറ്റിലെ ഇതിനകത്ത് എഴുതി വരും ആനുവൽ ഇൻകം 12 lakhs എന്ന് എഴുതി വരും. അവിടെയാണ് പ്രൂവ് ചെയ്യുന്നത്. നിങ്ങൾ ഇതെല്ലാം വെക്കുമ്പോൾ പ്രൂവ് ആവും. എന്ത് പ്രൂവ് ആവും? നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ സ്പോൺസർ ഇൻകം വൈസ് ഫിനാൻഷ്യലി സ്റ്റേബിളാണ് എന്ന് അവർക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ കുറച്ച് പേർക്ക് ബിസിനസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഓക്കെ, നമുക്കതൊരു വേറൊരു സെക്ഷൻ ഇടാം. നമുക്ക് അവർക്ക് ഒരു ബിസിനസ് ഡോക്യുമെൻ്റ് വേണം, ബിസിനസ് രജിസ്ട്രേഷൻ വേണം. ഇതിൻ്റെ ഒപ്പോൾ നമുക്ക് GST, ചിലർക്ക് GST ഉണ്ട്, ചിലർക്ക് GST ഇല്ല. സോ GST ഈസ് ഇമ്പോർട്ടൻറ്റ്. GST ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ചിലർക്ക് ബിസിനസ് രജിസ്ട്രേഷനായിട്ട് ഉണ്ടാകത്തില്ല, പക്ഷേ GST ഉണ്ടാവും. സോ GST ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്. GST ഇല്ലെങ്കിലും നോട്ട് ഇഷ്യൂ. ബട്ട് ഇതിന് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, ഇതിനൊരു ബാങ്ക് അക്കൗണ്ട് വേണം. അതിന് കറണ്ട് അക്കൗണ്ട് എന്ന് പറയും. കറണ്ട് അക്കൗണ്ട് അതായത് നമുക്കൊരു കടയാണെങ്കിൽ ആ കടയ്ക്കകത്ത് വരുന്ന ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ പൈസ ഇതിനകത്തോട്ടിലാണ് വരുന്നത്. അപ്പം ചിലർക്ക് സേവിങ്സ് ആയിരിക്കും വരുന്നത്, അത് അങ്ങനെ ആയാലും. അപ്പം ഇതായി കറണ്ട് അക്കൗണ്ടായി. പിന്നെ ഇതിലൂടെ നമുക്ക് വേണ്ടത് 2 വർഷത്തെ ITR. കൂടുതൽ ആൾക്കാരും ITR ഒന്നും ചെയ്യാറില്ലായിരിക്കും, ബട്ട് നമുക്ക് ഈ പർപ്പസിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ സെറ്റാകുമ്പോൾ ITR, കറണ്ട് അക്കൗണ്ട്, GST, ബിസിനസ് രജിസ്ട്രേഷൻ. പലരുടെ സിറ്റുവേഷൻ വ്യത്യാസമാണ്. എല്ലാവർക്കും എല്ലാം ഉണ്ടാവണമെന്നില്ല, ബട്ട് കേസ് ബൈ കേസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം സെറ്റാകുമ്പോൾ സ്പോൺസർ ഇന്ത്യയിലാണ്. സ്പോൺസർ അവർക്ക് ഇൻകം 12 lakhs ITRൽ കാണും, അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് കാണിക്കുമ്പോൾ നിങ്ങളുടെ ഇൻകം സ്ട്രോങ് ആണ് ആൻഡ് യു ആർ ഫിനാൻഷ്യലി സ്റ്റേബിൾ. ഇതാണ് ഒരു സംഭവം. നമുക്ക് അടുത്തത് നമുക്ക് നോക്കാം. സ്റ്റുഡൻ്റ് പേരൻ്റ് GCC വന്ന ഗൾഫ് കൺട്രിയാണ്. അത് UAE ആവാം, അല്ലെങ്കിൽ സൗദി ആവാം, അല്ലെങ്കിൽ ഖത്തർ ആവാം, അല്ലെങ്കിൽ കുവൈറ്റ് ആവാം, അല്ലെങ്കിൽ ബഹ്റൈൻ ആവാം, അല്ലെങ്കിൽ ഈവൻ ലെറ്റ് മീ ആഡ് ഇസ്രായേൽ എന്നുള്ളത്. അത് എക്സാമ്പിൾ എന്നെ ഇത് പറയുവാണെങ്കിൽ ഈ കൺട്രീസിൽ ടാക്സ് ഇല്ലെങ്കിൽ നോ ടാക്സ് കൺട്രീസ്, അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്? ഇപ്പം ഇമാജിൻ എൻ്റെ ഫാദറാണ് എൻ്റെ സ്പോൺസർ. ഓക്കെ, എൻ്റെ മദറും വർക്ക് ചെയ്യുന്നുണ്ട്, 2 പേരും ജോലി ചെയ്യുന്നുണ്ട്. അവർ ദുബായിലാണ് അല്ലെങ്കിൽ കുവൈറ്റിലാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഫസ്റ്റ് വേണ്ടത് എംപ്ലോയ്മെൻറ്റ് ലെറ്റർ. ഓക്കെ, 6 to 1 year സാലറി
സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ സാലറി സ്ലിപ്പ് ഉണ്ടെങ്കിൽ നല്ല കാര്യം, ഇല്ലെങ്കിലും വലിയ സീനില്ല. സാലറി സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ITR ആവശ്യമില്ല. ഓക്കെ, ഈ 3 കാര്യങ്ങൾ. പിന്നെ അവിടുത്തെ റെസിഡൻസ്, ഇപ്പോൾ UAE റെസിഡൻസ്, സൗദിയിലാണെങ്കിൽ ഇക്കാമ കോപ്പി, റെസിഡൻസ് സ്പെല്ലിംഗ് മറന്നല്ലോ, റെസിഡൻസ് അല്ലെങ്കിൽ ഇക്കാമ, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ രാജ്യത്ത് വിളിക്കുന്ന ആ കാർഡില്ലേ അത്. ഓക്കെ, ഈ 4 കാര്യങ്ങൾക്ക് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇമാജിൻ അത് കൺവേർഷൻ റേറ്റ് ഇപ്പം ദറംസിലായിരിക്കും, ചിലത് റിയാലായിരിക്കും. ഇതിനകത്ത് ഞാൻ മറന്നുപോയത് നമ്മുടെ ഒമാനാണ്. ഒമാനിൽ നിന്ന് നമുക്ക് ആക്ച്വലി കുറേ പിള്ളേരുണ്ട് കേട്ടോ. ഒമാൻ ഞാൻ മറന്നുപോയി. ഞാൻ എല്ലാം GCC ആണ് ഉപയോഗിച്ചത്. ബട്ട് റിയാൽ അല്ലെങ്കിൽ ദറംസ്, വാട്ട് എവർ ഇറ്റ് ഇസ്. ഓക്കെ, ഏതായാലും നമ്മുടെ INR ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്ത് 12 lakhs ഉണ്ടെങ്കിൽ their income is strong, good to go. Now ചില പേരൻസിന് ബിസിനസ് ഉണ്ടെങ്കിൽ സെയിം തിങ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് രജിസ്ട്രേഷൻ, അവർക്ക് GST കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും. ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ ബാങ്ക് അക്കൗണ്ട്, ബിസിനസ്സിൻ്റെ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഇത് കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ സ്പോൺസർ, അവിടുത്തെ സ്പോൺസറിൻ്റെ ലെറ്റർ, അത് വേണമെന്നില്ല, നിർബന്ധമില്ല. ചില സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, പലരുടെ സിറ്റുവേഷൻ വ്യത്യാസമാണ്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആൻഡ് നിങ്ങൾ INR 12 lakhs കൺവേർഷന് വരുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇതാണ് പേരൻസ് GCCയിലാണെങ്കിൽ. നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് പേരൻസ് നാട്ടിലാണെങ്കിൽ. ഓക്കെ, നൗ ഇതിനകത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത് ഫാദറാണ് പ്ലസ് മദറാണ്. ഇപ്പം ഫാദർ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ, മദർ ഇല്ല, അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അതിനൊരു സാമ്പിൾ പോലെ. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ, ഫാദർ വർക്കിംഗ് ആണ്, മദർ വർക്കിംഗ് അല്ല, പക്ഷെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. ഇവരുടെ 12 lakhs മതി. ഓക്കെ, ഫാദർ വർക്കിംഗ് ആണ്, ഗ്രാൻഡ് പേരൻസ് ഇല്ല, മദർ ഇല്ല, മദർ വർക്കിംഗ് അല്ല. ഇനി അങ്കിളാണ്. അങ്കിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്ലഡ് റിലേറ്റീവ് ആണ്, 12 lakhs ആയിരിക്കാം. ഓക്കെ, ഇവരുടെ കുറേ ഫണ്ട്സ് കാണിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു 20-30% ഫണ്ട് ഇവരെ കാണിക്കാൻ പറ്റത്തുള്ളൂ. മേജർ ഫണ്ടും ഇതായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടി പറയാം. ഇപ്പം 10 lakhs ഫാദറിൻ്റെ, ഓക്കെ, ഗ്രാൻഡ് പേരൻസിൻ്റെ 2 lakhs, ഗ്രാൻഡ് പേരൻസ് 2 lakhs ഈസ് ഈക്വൽ ടു 12 lakhs ആനുവൽ ഇൻകം. ഇത് ഗുഡ് ടു ഗോ. ഓക്കെ, ഇങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്തായാലും നമുക്ക് ITR വെച്ചുകൊണ്ട് ചെയ്യാം. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. ഫാദർ UAEയിലാണ്, ഫാദറിന് 5 ലക്ഷം രൂപ വർഷ വരുമാനമുള്ളൂ, എവിടെ? GCC കൺട്രിയിൽ. ഓക്കെ, പ്ലസ് മദർ നാട്ടിലാണ്, മദർ നാട്ടിൽ വർക്ക് ചെയ്യുന്നു, മദറിനും 5 ലക്ഷം രൂപയുള്ളൂ, നാട്ടിൽ ജോലി ചെയ്യുന്നു. പിന്നെ അവർക്ക് 10 ലക്ഷം രൂപയാവുന്നുള്ളൂ. 5 + 5 10, പ്ലസ് ഗ്രാൻഡ് ഫാദറിൻ്റെ റിട്ടയർഡ് ആണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ചെയ്യുന്നു, അതിൻ്റെ പ്രൂഫ് എല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു, പുള്ളിക്കാരൻ്റെ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് എല്ലാം കൂടെ ചേർത്ത് 15 ലക്ഷം രൂപ ഉണ്ട്, വിച്ച് ഇസ് ഗുഡ് ടു ഗോ. ഇങ്ങനെയായാലും വർക്കൗട്ട് ചെയ്യാം. നൗ അടുത്ത മേജർ സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ കുറേ പേർക്ക് അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചർ മാത്രമേ ഉള്ളൂ, വേറെ ബിസിനസ്സോ കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ പലർക്കും 5 സെൻറ്റ് 10 സെൻറ്റ് 1 ഏക്കർ അങ്ങനെ പലതുമുണ്ട്. ഇതിനകത്ത് പല കൃഷിയാവാം. ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട്, അല്ലെങ്കിൽ തേങ്ങ, വാട്ട് എവർ ഇറ്റ് ഇസ്. എന്തുണ്ടോ ഇത് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. അപ്പോൾ അതിന് കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളുണ്ട്. അതിന് അഗ്രികൾച്ചർ സർട്ടിഫിക്കറ്റ് വേണം, പ്ലസ് ITR നിർബന്ധമാണ് നാട്ടിലായതുകൊണ്ട്, പ്ലസ് എന്തെങ്കിലും അഗ്രികൾച്ചർ റിലേറ്റഡ് ആയ പ്രൂഫ് വേണം. ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ 12 lakhs ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ കാണുന്നുണ്ടോ, ഒരു കാര്യം നിങ്ങൾ മെയിൻലി നോക്കേണ്ടത്,
നിങ്ങളിപ്പോൾ 12 lakhs ഉണ്ട്, എനിക്ക് 13 ലക്ഷം രൂപയുണ്ട്, എനിക്ക് 20 ലക്ഷം രൂപയുണ്ട്. ഇത് നിങ്ങൾക്ക് ഗവൺമെൻറ് ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ഒരു ബാങ്ക് ഡോക്യുമെൻ്റ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് അപ്രൂവ് ആവത്തില്ല. ഓക്കെ, അതായത് എൻ്റെ കയ്യിൽ എല്ലാം ക്യാഷിലായിരുന്നു, ക്യാഷിലൊക്കെ ജോലി ചെയ്തിട്ട് ഇതൊന്ന് പ്രൂവ് ചെയ്യാം, അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ആർക്കും വേണമെങ്കിലും പച്ചയ്ക്ക് ഒരു പേപ്പർ എഴുതി തരാം, പറ്റത്തില്ല. പക്ഷേ ഗവൺമെൻറ് ഡോക്യുമെൻറ്റിന് അല്ലെങ്കിൽ ഓക്കെ ബാങ്കും കൂടെ ചേർത്ത് 12, 20, 25 ആക്കുവാണെങ്കിൽ നമുക്ക് ടെൻഷനില്ല. അപ്പം ഇതൊക്കെ 12 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ സ്പോൺസർ ഫിനാൻഷ്യലി സ്ട്രോങ്, ഗുഡ് ടു ഗോ, അടിപൊളി. ഓക്കെ, ഇതാണ് ITRൻ്റെ സംഭവം. Hope you understood this part. Now, next one is how much fund is required to study in Australia. അതായത് എത്ര പൈസ ഞാൻ കാണിക്കണം. പൈസ എന്ന് പറയുമ്പോൾ ഹൗ മച്ച് ഫണ്ട്സ്. ഓക്കെ, അത് ഷോ മണി എന്ന് പറയാം, ചിലർ ഷോ മണി എന്ന് പറയാം, അല്ലെങ്കിൽ ചിലർ എങ്ങനെ ഫീസൊക്കെ എങ്ങനെ കാണിക്കണം എന്ന് ചോദിക്കും. ഓക്കെ, എത്ര ഫീസ് അല്ലെങ്കിൽ എത്ര ഷോ മണിയാണ് നമുക്ക് ഓസ്ട്രേലിയയിൽ കാണിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഫണ്ട്സ് കാണിക്കേണ്ട 2 പേരെയാണ് നമുക്ക് ഫണ്ട്സ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ നേരത്തെ എന്താണ് പ്രൂവ് ചെയ്തത്? ഇൻകം പ്രൂവ് ചെയ്തു, ഫാമിലിക്ക് ഇൻകം ഉണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു, വെരി ഗുഡ്, അത് കഴിഞ്ഞു. രണ്ടാമത്തെ പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെ കയ്യിൽ പഠിക്കാൻ പൈസയുണ്ട്. ഓക്കെ, നമുക്ക് ഓസ്ട്രേലിയയിൽ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പഠിക്കണമെങ്കിൽ ഒരു ആവറേജ് ഇങ്ങനെ കണക്ക് കൂട്ടിക്കോ, ഒരു ആവറേജ് നമുക്കൊരു 45 to 55 lakhs വേണം ഷോ മണി ടോട്ടൽ. ഓക്കെ, അതായത് 55 lakhs എന്ന് പറയുന്നത് ടോപ്പ് യൂണിവേഴ്സിറ്റിയൊക്കെയാണ് ഞാൻ പറയുന്നത്. 45 lakhs എന്ന് പറയുന്നത് ഒരു ആവറേജ് ടു ടോപ്പ് എന്ന് പറയാം. ഓക്കെ, ആകെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് 40s യൂണിവേഴ്സിറ്റീസ് ഉള്ള ഓസ്ട്രേലിയയിൽ എല്ലാം ഹൈ റാങ്കിങ് യൂണിവേഴ്സിറ്റീസാണ്. ഈ യൂണിവേഴ്സിറ്റീസിൻ്റെ ഫീസ് പെർ ഇയർ 15 to 20 lakhs വരുമ്പം നമുക്കൊരു ആവറേജ് ഒരു 45 to 55 lakhs വരെ നമുക്ക് റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. ഇതിന് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഈ കാൽക്കുലേഷനിലാണ് നമുക്ക് എഴുതി വരുന്നത് എത്ര ഫണ്ട്സാണ് നമുക്ക് ഇമിഗ്രേഷനിലെയും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കാണിക്കേണ്ടത്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഴുതി കാണിക്കാം. ബട്ട് ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഞാനൊരു ബാച്ചിലേഴ്സ് ഓഫ് നഴ്സിംഗ് പ്രോഗ്രാം, ബാച്ചിലേഴ്സ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത് 3 വർഷത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ 3 വർഷത്തെ പ്രോഗ്രാം, ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് 15 ലക്ഷം രൂപയാണ്. ഓക്കെ, 15 ലക്ഷം രൂപ എനിക്ക്. അപ്പോൾ എൻ്റെ ടോട്ടൽ ട്യൂഷൻ ഫീസ് എത്രയായി 3 വർഷത്തേക്ക്? 45. 15 എന്ന് പറയുമ്പം കുറച്ച് ഇതാണ് പറഞ്ഞത്, ചില യൂണിവേഴ്സിറ്റി ചിലപ്പോൾ 20 ആയിരിക്കും, മനസ്സിലായി. അപ്പം ചിലത് നമുക്ക് 15 ആയിരിക്കും, ബേസ്ഡ് ഓൺ സ്കോളർഷിപ്സ് ആൻഡ് എവറിത്തിങ്. അപ്പം അത് ഡിപ്പെൻഡ് ചെയ്യും. അത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചാൽ അഡ്മിഷൻ്റെ സമയത്ത് വിൽ ടെൽ യു ഹൗ ദ സ്കോളർഷിപ്പ് വർക്ക്സ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഇതാണ് ഈ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം എത്ര ഫണ്ട്സ് നമുക്ക് വേണമെന്ന്. അടുത്തത് ഹൗ മച്ച് ഫണ്ട്. ഓക്കെ, ഹൗ മച്ച് ഫണ്ട് ഈസ് റിക്വയർഡ് ടു സ്റ്റഡി ഇൻ ഓസ്ട്രേലിയ. നമ്മൾ നേരത്തെ നോക്കിയത് എത്ര ഇൻകം വേണമെന്നായിരുന്നു. ഇപ്പോൾ എത്ര ഫണ്ട് വേണം ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വേണ്ടി, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, നോർമലി പറയുകയാണ്, ഇപ്പോൾ നമ്മൾ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പഠിക്കാൻ പോവുകയാണെങ്കിൽ എൻ്റെ ഒരു കണക്കൂട്ട് വെച്ച് ആസ് ഓഫ് 2025, ഇതിപ്പോൾ ഒക്ടോബർ മാസമാണല്ലോ നമ്മൾ വീഡിയോ എടുക്കുന്നത്, 2025 നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു 45 to 55 lakhs റിക്വയർമെൻ്റ് ഉണ്ട്. ഇതൊരു നോർമൽ കണക്കൂട്ടാണ്. അതായത് നല്ല യൂണിവേഴ്സിറ്റീസ്, ടോപ്പ് യൂണിവേഴ്സിറ്റീസൊക്കെ ആണെങ്കിൽ ഇതൊരു 55 വരും. അല്ലാത്ത യൂണിവേഴ്സിറ്റി ഒരു നോർമൽ മിഡ് റേഞ്ച് ടു ടോപ്പ് ആണെങ്കിൽ ഒരു 45 വരും. ഓക്കെ, ഇതെൻ്റെ ഒരു കണക്കൂട്ട് വെച്ച് പറഞ്ഞാൽ. ഇതിന് ഒരു കാൽക്കുലേഷനുണ്ട്. ഈ 45 വരാൻ ഒരു കാൽക്കുലേഷനുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി യൂണിവേഴ്സിറ്റിയും പ്ലസ് കോഴ്സും കൂടെ ചേരുമ്പം പ്രൈസ് അപ്പ് ആൻഡ് ഡൗൺ ആവും. ഓക്കെ, നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു കോഴ്സ് എടുക്കാം. ഓക്കെ, നമുക്ക് ബാച്ചിലേഴ്സ് ഓഫ് നഴ്സിംഗ്. ആക്ച്വലി ഇതൊരു ഹിറ്റ് കോഴ്സാണല്ലോ, അതുകൊണ്ട് ഈസിയാണ്. ബാച്ചിലേഴ്സ് ഓഫ് നഴ്സിംഗ് ഒരു 3 year പ്രോഗ്രാമാണ്, റൈറ്റ്? സോ ഇതായതുകൊണ്ട് ഇപ്പോൾ എക്സാമ്പിൾ 3 year പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് 1 year, ഇപ്പോൾ സാധാരണ പിള്ളേർക്ക് സ്കോളർഷിപ്പ് ഒന്നും ഇല്ല, നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 yearന്
15 lakhs ആണ് ഫീസ്. അപ്പം 3 ഇയറിന് എത്രയായി? 15 into 3 is 45 lakhs. ഓക്കെ, ഇതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് ഈ 45 വന്നേ, എനിക്ക് എത്ര ഫണ്ട് കാണിക്കണം, ഇസ് റിക്വയർഡ്, എങ്ങനെയാണെന്നുള്ള ഇതാണ്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സ് ആയിക്കോട്ടെ, ഞാൻ ഒരു ഇത് പറയാം. 1 year ട്യൂഷൻ ഫീ, ഓക്കെ, പ്ലസ് 1 year living cost, plus okay, health insurance plus air ticket. Okay, അപ്പോൾ 1 year tuition fee plus 1 year living cost plus health insurance plus air ticket. ഇതാണ് കാൽക്കുലേഷൻ. അപ്പോൾ നമുക്ക് ബാച്ചിലേഴ്സ് ഓഫ് നഴ്സിംഗിൻ്റെ എക്സാമ്പിൾ എത്രയായിരുന്നു? 1 year ട്യൂഷൻ ഫീസ് എത്രയാണ്? 15 lakhs. അപ്പം 15 lakhs പ്ലസ് ലിവിങ് കോസ്റ്റ് ആസ് ഓഫ് ടുഡേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒക്ടോബർ മാസമാണ്, 2025 ഒക്ടോബർ മാസമാണ്. ലിവിങ് കോസ്റ്റിൻ്റെ കൺവേർഷൻ റേറ്റ് എല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ 16 ലക്ഷം രൂപയാണ് വേണ്ടത്. ഇപ്പോൾ അത് 17.5 സംതിങ് ഉണ്ട്. ഞാനത് 18 ആക്കുക. ഓക്കെ, 18 lakhs. ഓക്കെ, പ്ലസ് ഹെൽത്ത് ഇൻഷുറൻസ് 2 lakhs, പ്ലസ് എയർ ടിക്കറ്റിൻ്റെ ഫീസ് 2 lakhs. ഓക്കെ, ഇത് ലാക്സ് ആണ്. ഇത് ടോട്ടൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്, റൈറ്റ്? അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യുമ്പം ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തോട്ടെ. നമ്മുടെ കാൽക്കുലേറ്റർ വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ 15 പ്ലസ് 18 പ്ലസ് 4, അതായത് 2 + 2 = 37. സോ എത്രയാണ് വേണ്ടത്? 37 lakhs. ഓക്കെ, ഈ 37 lakhs നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 40 lakhs ആക്കാം. ഓക്കെ, നമുക്ക് റൗണ്ട്. അപ്പം നമുക്ക് വേണ്ട എമൗണ്ട് എത്രയാണ്? ഷോ മണി 40 lakhs. ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഇത് റേഞ്ച് ആവും. ഇത് ഏറ്റവും കുറഞ്ഞ ഫീസാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സാധാരണ 18, 19 അല്ലെങ്കിൽ 17 ഒക്കെയാണ്. അപ്പോൾ 40 lakhs നമുക്ക് പേയ്മെൻറ്റ് റിക്വയർമെൻ്റ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ യൂണിവേഴ്സിറ്റിക്കും പ്ലസ് ഇമിഗ്രേഷന് കാണിക്കേണ്ട എമൗണ്ട്. ഓസ്ട്രേലിയ ഇമിഗ്രേഷനിൽ നമ്മൾ ഈ എമൗണ്ട് കാണിക്കണം. നൗ എങ്ങനെയാണ് ഈ എമൗണ്ട് കാണിക്കുന്നതെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, നിങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ചൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇതാണ് അതിൻ്റെ ഫോർമുല. ഓക്കെ, നൗ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടത് 40 lakhs ആണ് ഷോ മണി. $40 lakhs ഷോ മണിയാണ് നമുക്ക് വേണ്ടത്. ഈ എമൗണ്ട് നമുക്ക് പല രീതിയിൽ കാണിക്കാം. ഇത് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ ആയിട്ട് കാണിക്കാം. ഇത് നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കാണിക്കാം. ഇത് നമുക്ക് സേവിങ്സ് ആയിട്ട് കാണിക്കാം. ഇത് നമുക്ക് മ്യൂച്വൽ ഫണ്ടായിട്ട് കാണിക്കാം. ഇത് നമുക്ക് പല ചിട്ടി അങ്ങനെ, പക്ഷേ ചിട്ടിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ KSFE, നാട്ടിലെ KSFE ഇല്ലേ, അല്ലെങ്കിൽ സംതിങ് റെഗുലേറ്റഡ് ആയ നോർമൽ ലോക്കൽ ചിട്ടിയല്ല, നാട്ടിലെ കോപ്പറേറ്റീവ് ബാങ്ക്, രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫണ്ട്സ്, FDA ചിട്ടിയൊക്കെ കാണിക്കാം. കണ്ടീഷൻ സപ്ലൈ, ഇതിന് കണ്ടീഷൻ സപ്ലൈ ആണ്. പലരുടെ കേസ് വ്യത്യാസമാണ്. ഇത് ചോദിച്ചിട്ടേ ചെയ്യാവും. ഓക്കെ, ഈ എമൗണ്ടും കാണിക്കാം, നോട്ട് എ പ്രോബ്ലം. ഇത് മിക്സ് ചെയ്യാം. ഇപ്പം പറയാണ് എൻ്റെ കയ്യിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു 10 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് 40. ഫിക്സഡ് ഡെപ്പോസിറ്റ് 10 ലക്ഷം രൂപ. എൻ്റെ സേവിങ്സിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ എത്ര? 20 ലക്ഷം രൂപ. ബാക്കി എനിക്കൊരു എഡ്യൂക്കേഷൻ ലോണ് നമുക്കൊരു 20 lakhs എടുക്കാം. നമ്മുടെ റിക്വയർമെൻറ്റ് ഇത്രേ ഉള്ളൂ. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒന്നുകൂടി കാണിക്കുകയാണെ, നമുക്ക് ഇത് 15 lakhs ആണെങ്കിൽ 3 വർഷത്തേക്ക് 14 lakhs ട്യൂഷൻ ഫീസ് മാത്രമേ ആവുന്നുണ്ട്. ഓക്കെ,
നമുക്ക് റിക്വയർമെൻറ്റ് 40 lakhs ഉള്ളൂ. 40 lakhs റിക്വയർമെൻറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ലോൺ എടുക്കുകയോ എന്തെങ്കിലും എടുക്കുമ്പം ഒരു കുറച്ചും കൂടെ 25, അപ്പോൾ നിങ്ങൾ പല രീതിയിലാണ്. നിങ്ങൾ ലോൺ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് മാത്രം ലോൺ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിവിങ് കോസ്റ്റും കൂടെ ചേർത്ത് ലോൺ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസും പ്ലസ് എയർ ടിക്കറ്റും കൂടെ ചേർത്ത് ലോൺ എടുക്കാം. എല്ലാം കൂടെ ചേർത്ത് ലോൺ എടുക്കാം. അപ്പം ഈ ട്യൂഷൻ ഫീസ് 3 വർഷത്തെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു നേരത്തെ? 45 lakhs പ്ലസ് 3 വർഷത്തെ ലിവിങ് കോസ്റ്റ് എടുക്കാം, 3 വർഷത്തെ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാം കൂടെ ചേർത്തെടുക്കാം. അതൊരു വലിയ എമൗണ്ട് ആവും. അതിൻ്റെ റിക്വയർമെൻ്റ് ഇല്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഇപ്പോൾ നമ്മൾ 40 lakhs എടുത്താൽ പിള്ളേർക്ക് നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാം, പാർട്ട് ടൈം ജോബ്സ് ചെയ്യാം. ഓക്കെ, എവറി സ്റ്റുഡൻറ്റ് ഏറ്റവും കുറഞ്ഞത് മിനിമം നമുക്കൊരു 1 lakh ഒരു സാലറി നമുക്ക് എല്ലാ പിള്ളേർക്കും കിട്ടും. ഇത്രയും നാളായിട്ട് പാർട്ട് ടൈം ജോലി കിട്ടാത്ത പിള്ളേരുണ്ടെങ്കിൽ എന്നെ ധൈര്യമായിട്ട് വിളിക്കാം. ബിക്കോസ് ആർക്കും പറയാൻ പറ്റത്തില്ല എനിക്ക് ജോലി കിട്ടുന്നില്ലെന്ന്. ആദ്യത്തെ ഒരു 1 2 അല്ലെങ്കിൽ പോട്ടെ 4 മാസം വരെ കിട്ടാൻ പ്രയാസമുണ്ടാവും. അത് കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. ജോലി കിട്ടിയാൽ അവർക്ക് 1 ലക്ഷം രൂപ അവർക്ക് മിനിമം ശമ്പളം ഉണ്ടാവും. ഈ മിനിമം ശമ്പളം വെച്ച് അവർക്ക് ലിവിങ് കോസ്റ്റ് എടുക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ദയവായി പോയിട്ട് ബാങ്കിൽ പോയിട്ട് സാറേ എനിക്ക് 1 കോടി രൂപ ലോൺ വേണമെന്ന് പറയരുത്. ചുമ്മാ നിങ്ങൾ ഇൻട്രസ്റ്റ് കൂട്ടി ഇങ്ങനെയൊന്നും പഠിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, നമുക്ക് ആവറേജ് നിങ്ങൾ എത്ര പറഞ്ഞാലും, ഞാൻ ഒന്നിലൊന്ന് ഇതാണ്, നമുക്ക് എത്ര പറഞ്ഞാലും നിങ്ങൾ കയ്യിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇല്ല, സേവിങ്സ് ഇല്ല, മ്യൂച്വൽ ഫണ്ട് ഇല്ല, ചുറ്റിയോ കാര്യങ്ങളൊന്നുമില്ല. ഈ ലോൺ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു 50 ലക്ഷം രൂപ ലോൺ എടുത്താൽ മതി. 50 lakhs 50 lakhsൻ്റെ ലോൺ റിക്വയർമെൻറ്റേ ഉള്ളൂ. ഓക്കെ, ബാക്കി പാർട്ട് ടൈം ജോലി ചെയ്ത് പിള്ളേർ അവിടെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റായ കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഫണ്ട്സിൻ്റെ സംഭവം. ഞാനൊന്ന് കൺക്ലൂഷൻ പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറയുകയാണ്. നിങ്ങൾക്ക് ഷോ മണി അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ 1 വർഷത്തെ ട്യൂഷൻ ഫീസ് പ്ലസ് ഇത് 1 year ആണ്, 1 yearൻ്റെ ലിവിങ് കോസ്റ്റ് പ്ലസ് 3 വർഷത്തെയും ഹെൽത്ത് ഇൻഷുറൻസ്. ഷോർട്ട് കട്ടാണ് ഇത്, ഹെൽത്ത് ഇൻഷുറൻസ് HI പ്ലസ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എയർ ടിക്കറ്റ്. തിരിച്ചു വരണമല്ലോ, അങ്ങനെ ആ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എയർ ടിക്കറ്റ് 2 lakhs. ഓക്കെ, അപ്പം ഇതാണ് കാൽക്കുലേഷൻ. ഈ കാൽക്കുലേഷൻ ചെയ്യുന്ന എമൗണ്ടാണ് നിങ്ങളുടെ ഷോ മണി. ഓക്കെ, ഇപ്പോൾ അത് 37 ആണെങ്കിൽ അല്ലെങ്കിൽ അത് 36 ആണെങ്കിൽ അത് 40 റൗണ്ട് ചെയ്യുക. അത് 43 എക്സാമ്പിൾ 43 ആണെങ്കിൽ 45 ആയിട്ട് റൗണ്ട് ചെയ്യുക. സോ ഇതാണ് സംഭവം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതാണ് ദിസ് ഇസ് ഹൗ മച്ച് ഫണ്ട് ഇസ് റിക്വയർഡ് ടു സ്റ്റഡി ഇൻ ഓസ്ട്രേലിയ ഇസ് 45 to 55 lakhs. 1 കോടി രൂപയുടെ ഒരു ആവശ്യമില്ല. പല ആൾക്കാരും പറയുന്നുണ്ട് 1 കോടി വേണം, അതിൻ്റെ ഒരു ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് ഇത് വെച്ച് നിങ്ങൾക്ക് നല്ല ഒരു ജോലി ചെയ്യാം, നല്ലൊരു ഇത് ചെയ്യാം, പല കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ അപ്പം ഈ 2 മെയിൻ കാര്യങ്ങളാണ് ഈ ഫിനാൻഷ്യൽ നിങ്ങൾക്ക് വേണ്ടത്. ഇത് 2 നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, ആക്ച്വലി ഓക്കെ ആണ്, നിങ്ങളെല്ലാവരും ഓക്കെ ആയിരിക്കും. സോ ഇത് ഓക്കെ ആണെന്ന് അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വിളിച്ച് യു ക്യാൻ സ്റ്റാർട്ട് യുവർ അഡ്മിഷൻസ്, ഡു യുവർ ഇനീഷ്യൽ അസസ്മെൻറ്റ് എല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ സ്മൂത്തായ ഒരു പ്രോസസ്സ് വി പ്രോമിസ് യു ഗൈഡ് ടു ഹൈറ്റ്സ് ഹെൽപ്പ് സ്റ്റുഡൻസ് ഇൻ ദിസ് വേ. അത് GCC ആയാലും അത് നാട്ടിലായാലും യു ഹാവ് നത്തിങ് ടു വറി അബൌട്ട്. നിങ്ങൾക്ക് നാട്ടിൽ വരും. ഇപ്പോൾ GCCയിലുള്ള പിള്ളേരെ വിചാരിക്കും അയ്യോ എനിക്ക് നാട്ടിൽ വരേണ്ട ആവശ്യം വരും. നിങ്ങൾക്ക് നാട്ടിൽ വരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇതുമില്ല. ഇറ്റ്സ് എ വെരി ഈസി പ്രോസസ്സ്. തിങ്സ് ക്യാൻ ബി ഡൺ ഇൻ എ വെരി മാനേജബിൾ വേ. ഞാൻ പറയുന്ന ആ സ്റ്റെപ്സ് നിങ്ങൾ ചെയ്യുക, ഞാൻ പറയുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ തന്നാൽ യു ഷുഡ് ബി ഫൈൻ.
So admissions are open for the Feb intake as well as July, as well as October and November for bachelor's, master's and diploma courses. So nothing to worry. Give a call to Guide to Heights and we are there to help you. So thank you so much for watching this video. Hope you loved it. If you have any questions, put a comment. ധൈര്യമായിട്ട് questions ചോദിക്കാം അല്ലെങ്കിൽ ഫോം വിളിക്കാം and we'll help you out. So thank you so much for watching this video and this is Ebin Matthew Verghese.